ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാട്ടർ ഹീറ്റിംഗ് ഡേ ആണ്. സോ ഇന്ന് ഇപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ഇത്രയും ദിവസം നല്ല ചൂടായിരുന്നു. ഒരു 30 ഡിഗ്രി അടുപ്പിച്ച് വരെ ഇവിടെ ചൂട് പോയി. പക്ഷെ ഇപ്പോ നല്ല മഴയാണ്. ഇപ്പോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല മൂഡിൽ തന്നെയാണ് എല്ലാം കിടക്കുന്നത്. നമുക്ക് മിഡ്ടേമൊക്കെ ആയിരുന്നു, ഈ കമ്മിങ് വീക്ക് നമുക്ക് മിഡ്ടേമായിരുന്നു. പക്ഷെ അതെല്ലാം ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ഹോളിഡേ ആയിരുന്നു. നമുക്കിപ്പോൾ നല്ല ടൈമുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. എനിക്കറിയാം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതേപോലെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ എന്റെയും കൂടെ കാണുക, വേറെ നമുക്ക് പറയാനില്ല. അപ്പോൾ ലെറ്റ്സ് വാച്ച് മൈ വ്ലോഗ്. ഈ ക്ലൈമറ്റ് കണ്ടില്ലേ? ഈ ക്ലൈമറ്റിൽ ഒരു ചൂട് ചായ, ഒരു പഴംപൊരിയൊക്കെ ഉണ്ടെങ്കിൽ എന്തടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോ ഞാൻ എടുത്തത് കഴിഞ്ഞ ഏപ്രിലാണ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തു സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനുവിലുള്ളതാണ് ഓട്ട് മീൽ. ഫ്രൂട്ട് ബൗളാണ് സംഭവം. ഞാൻ മിക്ക ദിവസങ്ങളിലും എൻ്റെ മെയിൻ മെനുവിലുള്ള ഒരു സംഭവമാണ്. വീക്ക്ലി 2 ടൈംസോ 3 ടൈംസോ എന്തായാലും കഴിക്കുന്ന ഫുഡാണ് ഇത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ന്യൂട്രീഷ്യസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ അതെ, ഓട്ട് മീൽ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടൊന്ന് വെയിറ്റ് ആക്കാം. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പിള്, സ്ട്രോബെറി, കിവി, പിന്നെ ബനാന ഇത്രയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചോപ്പാക്കണം. ഇപ്പോൾ ഈ ടൈമിൽ ഏപ്രിലായിരുന്നല്ലോ, അപ്പം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായി. എല്ലാം നല്ല ചീപ്പുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഫ്രൂട്ട്സ് മേടിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല കൊതി തോന്നുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ സമയത്തെ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ടാക്കി നമ്മുടെ പ്ലേറ്റിൽ അറേഞ്ച് ആക്കണം. ഇപ്പോൾ അതേസമയം ഇതേപോലെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ബനാന, ഓറഞ്ചും പിന്നെ എന്തുവാ ഉള്ളത്, ആപ്പിളുണ്ട്. ആപ്പിൾ കഴിച്ചാണല്ലോ മടുത്ത്. ഞാനിപ്പോൾ ആപ്പിൾ മേടിക്കൽ ഭയങ്കര കുറവാണ്. എന്നാലും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആപ്പിൾ മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി ഇപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ ഇപ്പം ഇച്ചിരി റേറ്റ് കൂടുതലാണ്. വേറെ ഫ്രൂട്ട്സൊന്നും കിട്ടത്തില്ലെന്നല്ല, ഗ്രേപ്സും ഇതെല്ലാം കിട്ടും. പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലാണല്ലോ. ഇപ്പം വിൻ്റർ ഒന്ന് കഴിഞ്ഞൊന്ന് സ്പ്രിങ്ങിലേക്ക് കയറി വരുമ്പോഴത്തേന് വീണ്ടും ഇതേപോലെ ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ. പിന്നെ കുറച്ച് നട്ട്സ് കൂടിയിട്ട് ഒന്ന് ആഡ് ആക്കിയിട്ട് വെക്കുമ്പോഴത്തേന് അടിപൊളിയാവും. അപ്പം ഹണിയും കൂടെ ഇട്ടൊന്ന് ഡ്രസ്സിലും കൂടെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. Change my number, would you wanna know? It's the coldest kind of comfort that we could talk but we don't. We spend summer swimming in a sunset haze. Take the color, crazy how fast it fades. Can't call you up when it's late at night. Can't call it love, but at least we try. Can't call you friend when I'm in my head on down and I die. എന്റെ ഡാഡി ഇതൊക്കെ അറിഞ്ഞുണ്ടല്ലോ. Call you friend when I'm in my head on down and I die. Can't call you cool for changing your mind. I still can't call it a waste of time. I don't know what to call you if I can't call you mine. ഇതുവരെ കണ്ടിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ ഇപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? അങ്ങനെ ഗസ്സുള്ള ആളാണെങ്കിൽ നേരെ പോയി കമൻറ്റ് ഇട്ടോ. അപ്പോൾ ഞാൻ ബീഫാട്ടം ഉണ്ടാക്കുന്നത്. ഞാനതേ ഉള്ളിയും എല്ലാം വഴറ്റിയിട്ട്, ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ബാക്കിയുള്ളവർ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മിക്സിയിലിട്ട് അടിക്കും. എന്നിട്ട് അത് ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ടിട്ട് അതിലോട്ട് ഞാൻ പച്ചമുളകും പേസ്റ്റ് ഇട്ടിട്ട് അതും
അതിൻ്റെ ഒരു പച്ചമണം വാടാണ്ടിരിക്കുമ്പോഴത്തേന് ഈ കാണുന്ന മസാലാസ് എല്ലാം കൂടിയിട്ട് അങ്ങ് ആഡാക്കും. എന്നിട്ടെന്താ കുക്കറിൽ ബീഫ് ഇട്ട് അതൊന്ന് വഴറ്റിയിട്ട് അത് അടച്ചങ്ങ് വെക്കുക. അപ്പോൾ 7 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് തുറന്നിട്ട് അതിനകത്ത് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി അത് തിക്കായൊന്ന് ചെക്ക് ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മാറ്റി വെച്ചു. യെസ് നമ്മുടെ നെക്സ്റ്റ് തരം വന്നിരിക്കുന്നു ഗീ റൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടോ ഗീ റൈസ് ആക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മിക്സില്ലേ, ഇഞ്ചി പച്ചമുളക് മിക്സ് അടിക്കുക, പാത്രത്തിൽ തട്ടുക, ഉള്ളിയിട്ട് വഴറ്റുക, എന്നിട്ട് അതൊന്നും പച്ചമുളകൊക്കെ മാറി വരുമ്പോഴത്തേന് അതിനകത്ത് റൈസ് എടുക്കുക, ഫ്രൈ ചെയ്യുക, എണ്ണയല്ല വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്, എന്നിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇതെല്ലാം ഇടുക, എന്നിട്ട് റൈസ് ആവും, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ലഞ്ചല്ല, ആക്ച്വലി ഇത് ഡിന്നറാണ്. അപ്പോൾ ആക്കി വന്നപ്പോഴത്തേന് ഒരു 6:37 ആയി. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം കിടക്കാൻ. ഇന്ന് നൈറ്റ് ആയപ്പോഴത്തേന് മെയിൽ വന്ന് നാളെ യൂണിയിൽ രാവിലെ 9 മണിക്ക് ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ ക്ലാസ്സിന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്, സർജറിയുടെ ക്ലാസ്. അപ്പം അതിന് പോകണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളി ബീഫും ഗീ റൈസും ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് ഉണ്ടാക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തോട്ട് നോക്കിയപ്പോഴാണെങ്കിൽ അടിപൊളി സീന്. ഇവിടെ മിന്നലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിസൈനിലൊക്കെയാണ് വരുന്നത്. അപ്പം ഞാനിത് നോക്കിക്കട്ടെ. ടാറ്റാ.